തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കും സ്ഥാനാർത്ഥി സാധ്യതകൾക്കും മറുപടിയായി CPI സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജ് രംഗത്തെത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങളെയും തനിക്കെതിരെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെയും സ്വരാജ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ കോൺഗ്രസ് പാടി നടന്ന പാരടി ഗാനങ്ങൾ ഇപ്പോൾ എവിടെ പോയി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേസിൽ പ്രതിയായ പത്മകുമാറിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ആരെയാണ് കോൺഗ്രസ് പുകഴ്ത്തിയതെന്നും പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായെന്നും അദ്ദേഹം പരിഹസിച്ചു. സർക്കാരിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താൻ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടവരാണ് യഥാർത്ഥ കുറ്റവാളികളെന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യം പുറത്തുവരുമെന്നും സ്വരാജ് വ്യക്തമാക്കി. വിശ്വാസികളെയും സാധാരണക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള കോൺഗ്രസ് തന്ത്രം ഈ കേസിൽ പാളിപ്പോയെന്നാണ് CPIM വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ താൻ മത്സരിക്കുമെന്ന തരത്തിൽ ഉയരുന്ന വാർത്തകൾ കേവലം ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും സ്വരാജ് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പിൽ ആര് എവിടെ മത്സരിക്കണം എന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ ഇതുവരെ യാതൊരുവിധ ചർച്ചകളും ആരംഭിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം എന്നത് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ്, അല്ലാതെ മാധ്യമങ്ങളോ വ്യക്തികളോ തീരുമാനിക്കുന്നതല്ല. സ്ഥാനാർത്ഥിയാകുക എന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും തന്നെ കുറിച്ച് ആരും അനാവശ്യമായി ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണെന്നും പാർട്ടിയുടെ ഏത് ചുമതലയും സന്തോഷത്തോടെ നിർവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന പേരുകളിലൊന്ന് മാത്രമാണ് തന്റെ പേരെന്നും അതിന് അമിത പ്രാധാന്യം നൽകേണ്ടതില്ലെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. എങ്കിലും തൃപ്പൂണിത്തുറ മണ്ഡലം ഇത്തവണയും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുമെന്നത് ഉറപ്പാണ്. സിറ്റിംഗ് MLA-മാരായ K ബാബുവിനോട് കഴിഞ്ഞ തവണ വെറും 992 വോട്ടുകൾക്ക് പരാജയപ്പെട്ട M സ്വരാജിനെ തന്നെ വീണ്ടും രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് CPIM-ലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത്. സ്വരാജിനൊപ്പം തന്നെ കൊച്ചി മുൻ മേയർ M അനിൽകുമാറിന്റെ പേരും ഇടതുമുന്നണിയിൽ സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. കൊച്ചി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനിൽകുമാറിന് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനം മുതലെടുക്കാമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെണ്ണലിലെ നേരിയ വ്യത്യാസത്തിൽ മാത്രം നഷ്ടപ്പെട്ട മണ്ഡലം സ്വരാജിലൂടെ തന്നെ തിരിച്ചു പിടിക്കണമെന്ന വാദത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭയിലും പരിസര പഞ്ചായത്തുകളിലും ഇടതുപക്ഷം നേടിയ മുന്നേറ്റം വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ വലിയ ആത്മവിശ്വാസമാണ് LDF-ന് നൽകുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് തങ്ങളുടെ ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ്. കഴിഞ്ഞ തവണ K ബാബു പിടിച്ചെടുത്ത മണ്ഡലം UDF-ന്റെ ശക്തി കേന്ദ്രമാണെന്ന് തെളിയിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതിനാൽ മുതിർന്ന നേതാവായ K ബാബു ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകില്ലെന്ന സൂചന പുറത്തു വരുന്നുണ്ട്. K ബാബു പിന്മാറുകയാണെങ്കിൽ പകരം ആരെ ഇറക്കണം എന്ന ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം. ചലച്ചിത്ര താരം രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിനുള്ളിൽ ആലോചന നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ മണ്ഡലത്തിൽ പുതിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം താരപ്പൊലിമയിലൂടെ വോട്ടുകൾ സമാഹരിക്കാൻ പിഷാരടിക്ക് കഴിയുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് നില മെച്ചപ്പെടുത്താൻ സാധിച്ചത് മണ്ഡലം നിലനിർത്താൻ സഹായിക്കുമെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി വിജയം ഉറപ്പാക്കാനാണ് NDA ലക്ഷ്യമിടുന്നത്. മുൻ DGP TP സെൻകുമാർ, മേജർ രവി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KVS ഹരിദാസ് എന്നിവരുടെ പേരുകളാണ് BJP ക്യാമ്പിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. മേജർ രവിക്കുള്ള ജനസമ്മതിയും TP സെൻകുമാറിന്റെ നിലപാടുകളും ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുമെന്ന് BJP കരുതുന്നു. BJP പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP ഇവിടെ ഗണ്യമായ വോട്ട് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിക്കുമെന്നതും ഉറപ്പാണ്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും രാഷ്ട്രീയ ആരോപണങ്ങളും ചർച്ചാ വിഷയമാക്കാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ UDF-ഉം BJP-യും ശ്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് M സ്വരാജിന്റെ മറുപടിക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറുന്നത്. സ്വർണ്ണ കവർച്ച കേസിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതോടെ തൃപ്പൂണിത്തുറയിലെ ചിത്രം കൂടുതൽ വ്യക്തമാകും.
കേരളത്തിലെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യവും പ്രാദേശിക വിഷയങ്ങളും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു പോരാട്ടമായിരിക്കും ഇത്തവണ തൃപ്പൂണിത്തുറയിൽ അരങ്ങേറുക.